അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബാർസ വേഴ്സസ് അത്ലറ്റിക്കോൻ്റെ ഒരു മാച്ച് പ്രിവ്യൂ ആണ്. അപ്പോൾ ഈ മാച്ച് ഡേ വരുന്നത് മാച്ച് ഡേ 19 ആയിട്ടാണ്. കാരണം ഈ കളി ശരിക്കും നടക്കേണ്ടത് ജനുവരിയിലായിരുന്നു. പക്ഷേ ജനുവരിയിൽ ബാർസ, അത്ലറ്റിക്കോ, അത്ലറ്റിക് ക്ലബ്ബ്, റയൽ മാഡ്രിഡ് ഈ 4 ടീമുകളും സ്പാനിഷ് സൂപ്പർ കപ്പ് കളിക്കുന്നത് കൊണ്ട് ആ വീക്കിൽ ഇവർക്കാർക്കും ലാലിഗ കളിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാച്ച് ഡേ മുന്നോട്ടേക്കാക്കിയത് ഇവർ. ഇത് ശരിക്കും മാച്ച് ഡേ 19 ആണ്. ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മാച്ച് ഡേ 15 ആണ് ലാലിഗയിൽ. പക്ഷേ ബാർസ ഈ 4 ടീമുകൾ ആണ് ഇപ്പം നമ്മളെ മാച്ച് ഡേ 19 ആണ് കളിക്കുന്നത്. അപ്പോൾ ഈ അത്ലറ്റിക്കോനായിട്ട് എന്തായാലും ഒരു വെരി ഇമ്പോർട്ടൻറ്റ് മാച്ചാണ്. എസ്പെഷ്യലി ഇപ്പം റയൽ മാഡ്രിഡിനായിട്ട് നമ്മൾ ഒരു പോയിന്റിന് ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. റയൽ ഞായറാഴ്ചത്തെ കളിയിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് ജിറോണനായിട്ട് ഡ്രോ ആയിട്ടുണ്ട്. അപ്പം എന്തായാലും അത്ലറ്റിക്കോൻ്റെ ആയിട്ടുള്ള ഈ മാച്ച് നമുക്ക് എന്തായാലും ഒരു വിന്ന്, ബാർസലോണയ്ക്ക് എന്തായാലും ഒരു വിന്ന് കിട്ടിയേ പറ്റുള്ളൂ. കാരണം അത് പോയിന്റ് ടേബിളിൽ ഏറ്റവും കൂടുതൽ ഗുണകരമാവാം. ചിലപ്പോൾ റയൽ വേഴ്സസ് അത്ലറ്റിക് ക്ലബ്ബ് ബിൽബാവോൻ്റെ ആയിട്ടുള്ള കളിയിൽ റയൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാനും ഒരു ചാൻസ് കാണുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റിക് ബിൽബാവോ ഹോമിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമാണ്. പ്രത്യേകിച്ച് അവർ സാൻ മേമസിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം അവരവരെ തോൽപ്പിച്ചായിരുന്നു അവിടെ. ചിലപ്പോൾ ഈ കൊല്ലം അത് റിപ്പീറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് ഒട്ടും അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ. ഇപ്പോൾ കുറച്ച് പോസിറ്റീവ്സ് ഈ കളിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഒബ്വിയസ്ലി നമ്മളെ ഹോം മാച്ചിൽ നമ്മൾ ബാർസലോണ കുറച്ചും കൂടി ഒരു ഡൊമിനൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു സൈഡാണ്. ഹോം മാച്ചിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് എക്സെപ്റ്റ് PSG. ആ കളിയിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഹോമിൽ തോറ്റിട്ടുള്ളൂ. ബാക്കിയുള്ള കളിയിലൊന്നും ഹോമിൽ നമ്മൾ ഡിഫീറ്റ് കിട്ടിയിട്ടില്ല. അപ്പം നമ്മളെ ഹോമിൻ്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് എന്തായാലും നാളത്തെ മാച്ചിനുണ്ട്. രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളെ ഓഫ് കോഴ്സ് എക്സ്പ്ലോസീവ് അറ്റാക്കാണ് നമ്മളെ ബാർസലോണൻ്റെ. കഴിഞ്ഞ സീസണിൻ്റെ അത്ര ഇല്ലെങ്കിൽ ഈ സീസണിൽ കുറച്ചും കൂടി ഉണ്ട്. അതുപോലെ പിന്നെ ഇഞ്ചറി കഴിഞ്ഞ് പെഡ്രിയും പിന്നെ റാഫീനെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. പെഡ്രി ഓഫ് കോഴ്സ് അധികം നാളെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. പിന്നെ അതുപോലെ നമ്മളെ റാഫീനിയ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കളിയിൽ റാഫീനിയ, ലെവൻഡോസ്കി, ജമാൽ എന്നുള്ള ആ രീതിയിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ കളിയും ചിലപ്പോൾ അങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഓഫ് കോഴ്സ് പെഡ്രി വരുമ്പോൾ നമ്മളെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നതും ബോൾ പ്ലേയിങ് എബിലിറ്റിയും ഒക്കെ കുറച്ചും കൂടി മിഡ്ഫീൽഡിൽ കുറച്ചും കൂടി കാര്യങ്ങൾ സ്മൂത്ത് ആവുന്നുള്ളതും നമുക്ക് പ്രതീക്ഷിക്കാം. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ സ്ട്രെങ്ത്സ് നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ലാലിഗയിൽ ഏറ്റവും കുറവ് ഗോൾസ് കൺസീഡ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ആകെ 11 ഗോൾസ് മാത്രമേ അത്ലറ്റിക്കോ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഡിഫെൻസീവ്ലി വളരെ കോമ്പാക്റ്റും വളരെ സോളിഡുമായിട്ടുള്ള ഒരു ഡിഫൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടീമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അവരെ അത് വൺ ഓഫ് ദെയർ പ്ലസ് പോയിൻറ്റ്സ് ആണ്. പിന്നെ അപാര കൗണ്ടറാണ്. കൗണ്ടർ എന്ന് പറഞ്ഞാൽ കൗണ്ടർ എബിലിറ്റി ഡിയാഗോ സിമിയോണിൻ്റെ ഒരു എത്രയോ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഡിയാഗോ സിമിയോണിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് കൗണ്ടർ അടി. അതേപോലെ നല്ല മൊമെൻ്റത്തിലാണ് അവരുള്ളത്. കാരണം കഴിഞ്ഞ ലാസ്റ്റ് 5 കളി ലാലിഗയിൽ ജയിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ചാമ്പ്യൻസ് ലീഗിലും കഴിഞ്ഞ 2 ഇൻ്റർനായിട്ട് ജയിച്ചിട്ടുണ്ട് 2-1. പിന്നെ അതേപോലെ അതിന് മുമ്പും ചാമ്പ്യൻസ് ലീഗ് ഫ്രാങ്ക്ഫർട്ടിനായിട്ടൊരു കളി ജയിച്ചിട്ടുണ്ടെന്നത്. അപ്പോൾ ടോട്ടലി ആർസണലിനെതിരെയുള്ള ലാസ്റ്റ് ഡിഫീറ്റിന് ശേഷം 7 കളിയെങ്ങാനും അവർ കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ നല്ലൊരു മൊമെൻ്റത്തിലുള്ളത്. ബാർസയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡിഫീറ്റ് ചെൽസിനായിട്ട് കഴിഞ്ഞ് ഒരു വിന്ന് കിട്ടി തിരിച്ച് ഒരു മൊമെൻ്റം പിടിച്ച് വരുന്നു. മൊമെൻ്റം എന്ന് പറയാൻ പോലും ആയിട്ടില്ല, ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഒരു കളി വിന്നിൻ്റെ ബാക്കിലാണ് വരുന്നത്. പിന്നെ 2 ടീംസിൻ്റെയും ഒരു ഡ്രോബാക്ക് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർസലോണേൻ്റെ നോക്കുകയാണെങ്കിൽ അത് ബാർസേൻ്റെ ഡിഫെൻസീവ് മിസ്റ്റേക്സ് തന്നെയായിരിക്കും. ഈ ഹൈലൈൻ വൾണറബിലിറ്റി ഒക്കെ ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. കാരണം ഡിഫെൻസിൽ എത്രയും പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും എന്നുള്ളത് നല്ല രീതിയിൽ അറിയുന്ന ടീമാണ് അത്ലറ്റിക്കോ. കാരണം കഴിഞ്ഞ സീസണിലും അത്ലറ്റിക്കോനായിട്ട് കോപ്പ ഡെൽ റേയിൽ 4-4 ഡ്രോ വരെ പോയതാണ് നമ്മളെ ഹോം ഗ്രൗണ്ടിൽ. അപ്പോൾ അത്ലറ്റിക്കോന് എങ്ങനെ ഈ ഡിഫെൻസ്
ഹൈലൈൻ അവർക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്ന് നല്ലൊരു ബോധ്യമുള്ള ടീമാണ്. കഴിഞ്ഞ സീസണിലെ അവർക്ക് നല്ലോണം ബോധ്യമുള്ള ടീമാണ്. അവർ വിങ്ങിൽ കൂടെ അറ്റാക്ക് ചെയ്ത് നമ്മളെ സെൻട്രൽ ആളെ ഫ്രീ ആക്കിയിട്ട് ഗോളടിക്കുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ സീസണിൽ അത്ലറ്റിക്കോ ചെയ്തിട്ടില്ല. ഈ സീസണിൽ കുറേ ടീം അത് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ലറ്റിക്കോന് ഒബ്വിയസ്ലി അറിയുന്നത്. അപ്പോൾ ഏറ്റവും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഹൈലൈനിലായിരിക്കും. ഹൈലൈനിൻ്റെ വെൾണറബിലിറ്റി ഒരു മിസ്റ്റേക്കാണ്. പിന്നെ അതുപോലെ അൺവാണ്ടഡ് മിസ്റ്റേക്സ്, പിന്നെ ഡിഫൻസിൽ നിന്ന് ഇതിലേക്ക് മാറുമ്പോൾ ട്രാൻസിഷനിൽ ടീം പെർഫെക്റ്റ് അല്ലെങ്കിൽ അതിലും ഒരു കൗണ്ടർ അത്ലറ്റിക്കോൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. ഇതൊക്കെയാണ് ബാർസ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ അത്ലറ്റിക്കോൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് അത്ലറ്റിക്കോന് ഒരു മിഡ്ഫീൽഡ്, ഒരു നല്ല പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റിയൊരു മിഡ്ഫീൽഡില്ല. അവർ ഡിഫെൻസീവ്ലി വളരെ സ്ട്രോങ് ആണെങ്കിലും മിഡ്ഫീൽഡിൽ നല്ലൊരു പ്ലെയേഴ്സോ, അതായത് ഒരു പ്ലേ മേക്കിംഗ് എബിലിറ്റിയോ ഗെയിമിൻ്റെ റിതമും ടെമ്പോവും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയേഴ്സോ അങ്ങനെ ആരും പറയുന്ന അത്ലറ്റിക് മാഡ്രിഡിനില്ല. ബോറിസ് ഒന്നും ആ ലെവലിലേക്ക് വന്നിട്ടില്ല. അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ട, അതായത് മിഡ്ഫീൽഡ് നല്ല ടെമ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു 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 ലെവലിലേക്കൊന്നും ബോറിസ് എത്തിയിട്ടില്ല. അപ്പോൾ അത് ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഡ്രോബാക്കാണ്. പിന്നെ അവരെ രണ്ടാമത്തെ ഡ്രോബാക്കാണ് അറ്റാക്കിങ്ങിലുള്ള ലിമിറ്റേഷൻ. യൂലിയൻ അൽവാരസും സോർലോത്തും അല്ലാണ്ട് അവർക്ക് ഗോൾസ് സ്കോർ ചെയ്യാൻ വേറെ വഴികൾ ഓപ്പൺ ആയിട്ടില്ല. അതായത് അറ്റാക്കിങ്ങിൽ ഈ ഒരു ലിമിറ്റേഷനേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഈ വിങ് ബാക്സ് നിന്ന് അല്ലെങ്കിൽ മറ്റേ നമ്മുടെ സിമിയോണിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് വിങ്ങിൽ നിന്ന് ഗോൾ അടിക്കുകയോ അങ്ങനെ, അല്ലെങ്കിൽ ഡിഫൻസീവ് സെറ്റ് പീസിൽ നിന്ന് ഗോൾ അടിക്കുന്നതാണ് അവരൊരു ഒരു ഒരു അഡ്വാൻറ്റേജ്. അല്ലാതെ ഉള്ള ഓപ്പൺ പ്ലേയിൽ അവർക്ക് ഒരു ഫ്രണ്ട് റോയിൽ നിന്ന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് യൂലിയൻ അൽവാരസും സൊർലോത്തും കളിയിൽ ലോക്കായാൽ, അതായത് അവർ ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത്ലറ്റിക്കോൻ്റെ ഒരു 80-75% ഗോളുകളും അവിടെ നിൽക്കും. ഈ രണ്ട് പ്ലേയേഴ്സ് അവർക്ക് ക്രൂഷ്യലി ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് പ്രോബബ്ലി ഇവർ രണ്ടുപേരും നാളെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ സൊർലോത്ത് സബ്ബായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ടീമിൻ്റെയും പോസിബിൾ ലൈനപ്സ് നോക്കാം. അത് ബാർസലോണക്കാണെങ്കിൽ ജോയൻ ഗാർസിയ ആയിരിക്കും ഒബ്വിയസ്ലി ഗോളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂണ്ടെ ആയിരിക്കും റൈറ്റ് ബാക്ക്. അറൗഹോ ചെൽസി ഗെയിമിന് ശേഷം ട്രെയിൻ ചെയ്തിട്ടില്ല, അപ്പോൾ അറൗഹോ എന്തായാലും നാളെ ഉണ്ടാവില്ല എന്ന് ഫ്ലിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒബ്വിയസ്ലി എറിക് ഗാർസിയും കുബാർസിയും തന്നെയായിരിക്കും ഡിഫൻസീവ് പാർട്ട്ണർഷിപ്പ്. ക്രിസ്ത്യൻസൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. പിന്നെ ബാൾഡെ ആയിരിക്കണം മോസ്റ്റ് പ്രോബബ്ലി നാളെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ജെറാർഡ് മാർട്ടിന് ഇനി എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സർപ്രൈസ് ചേഞ്ച് ഇല്ലാത്തടത്തോളം കാലം ബാൾഡെ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പെഡ്രി ബാക്ക് ടു ഫോം ആയതുകൊണ്ട് പെഡ്രിയും ഡിജോങ്ങും ഉണ്ട്. പിന്നെ നാളെ അധികവും ഒൽമോ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഫെർമിൻ ഇഞ്ചേർഡാണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ റാഫീനിനെ 10 കളിപ്പിച്ചിട്ട് റാഷ്ഫോർഡിനെ വിങ്ങറായിട്ട് കളിപ്പിച്ചാൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ടീം കുറച്ചും കൂടി ഒരു അറ്റാക്ക് ഓറിയൻറ്റഡ് ആവും എന്നുള്ളത് എൻ്റെ ഒരു സജഷനാണ്. പിന്നെ അത്ലറ്റിക്കോൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ അൽവാറസും കാലഗർ, സിമിയോണി, ബാറസ്, അലക്സ് ബെന്യ, പിന്നെ കൊക്കെ ഉണ്ട്, മൊലീന, ഗിമന്നസ്, ഹൻകോ, റുഗേരി, നൊബ്ലാക്കും. ഇതിൽ ബനയ കുറച്ച് സീനാണ്. സെറ്റ് പീസിൽ ഫ്രീ കിക്ക് അടിക്കാനൊക്കെ ബനയും നൈസാണ്. പിന്നെ അൽവാരസും കുറച്ചൊരു ക്രൂഷ്യലായിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ ചിലപ്പോൾ നാളെ സിമിയോണി ഇവർ രണ്ടുപേരെയും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കാം, യൂലിയൻ അൽവാരസിനെയും സൊർലോത്തിനെയും. അപ്പം ഇതൊക്കെയാണ് നമ്മളൊരു പ്രഡിക്ഷൻസ് വരുന്നത്. പിന്നെ നാളത്തെ കളിയിൽ ആസ് എ ബാർസ ഫാൻ ഞാൻ ഒബ്വിയസ്ലി ബാർസനെ ജയിക്കണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എന്തായാലും നമ്മളെ ഹൈലൈൻ കീപ്പ് ചെയ്യുന്നിടത്തോളം കാലം ഒന്നും അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ ഒരു ഹൈ സ്കോറിങ് ഗെയിം ഉണ്ടാവുമായിരിക്കും. കാരണം ഇപ്പോൾ കുറേ കളികളിലായിട്ട് നമുക്ക് ഡിഫെൻസീവ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം മോസ്റ്റ്ലി ഒരു 3-2 അല്ലെങ്കിൽ ഒരു 3-1 അങ്ങനെയൊക്കെ സ്കോറിൽ ബാർസ ജയിക്കാം. കാരണം മെയിൻ പോസിബിലിറ്റി ഞാൻ പറയുന്നത് ഹോം മാച്ചാണ്.
ഇപ്പോൾ അത്ലറ്റിക്കോനെ കളി തോൽപ്പിച്ചാൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ചില്ലറയല്ല. ഈ ഈ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഈ സമയത്ത് നമ്മളിപ്പോൾ ചെൽസിനായിട്ടുള്ള ഒരു കളിയിലും ഒരു ഡിഫീറ്റിൽ ടീമിനെ അത് വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. അരാഹോനെ പോലത്തെ പ്ലെയേഴ്സിനെയൊക്കെ വല്ലാതെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ചാൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് വേറെ തന്നെയാണ്. പിന്നെ അത് ഓഫ് കോഴ്സ് അത് ലാ ലീഗ ടേബിളിൽ ഉണ്ടാക്കുന്ന നമ്മളെ ലീഡും മെയിൻറ്റെയിൻ ചെയ്യും. ഇഫ് റയൽ മാഡ്രിഡ് അത്ലറ്റിക് ബിൽബാവോനായിട്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തുകൊണ്ടും ഗുണമേ ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു ഡ്രോ ആയാലും നമുക്കത് 4 പോയിന്റ് ലീഡിലേക്ക് ലാ ലീഗ ലീഡ് കൊണ്ടുപോകാം. ഇപ്പോൾ ഒരു ഡിഫീറ്റ് ആണെങ്കിൽ അത് 5 പോയിന്റിലേക്ക് നമുക്ക് കൂടും. അപ്പോൾ എന്തുകൊണ്ടൊരു വിന്ന് ഏറ്റവും ക്രൂഷ്യലാണ് ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചിൽ. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ വാച്ച് അലോങ് ഉണ്ടാവും നമുക്ക് എന്തായാലും നാളെ. അപ്പോൾ അതിൽ കാണാം. ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.